അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടന SKJMCC സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ ഉസ്താദുമാരുടെ സംഘടന വർഷം തോറും മുഅല്ലിം ഡേ ആചരിക്കുന്നതിന്റെ ഭാഗമായി വെറുതെ ഒരു ദിനാചരണം എന്നതിനപ്പുറം വ്യത്യസ്തമായ പരിപാടികളിലൂടെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മദ്രസയ്ക്ക് വേണ്ടി, നമ്മുടെ നാടിന്റെ ദീനീ സംരംഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ നാട്ടുകാരിൽ നിന്ന് മൺമറഞ്ഞു പോയവരുടെ ഖബർ സിയാറത്തോടുകൂടെയാണ് നമ്മൾ ഈ പരിപാടി ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കി എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് നമ്മുടെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളാണ് നമ്മളെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് ആ കാര്യം ബോധ്യമാകും എന്നുള്ള നിലക്കാണ്. അപ്പൊ അതുകൊണ്ട് അച്ചടക്കത്തോടുകൂടെ ഇരിക്കുക. നമ്മുടെ മജ്‌ലിസിലൂടെ ചെല്ലുന്നുണ്ട്, വളരെ ആദരവോടുകൂടെ അതിലൊക്കെ പങ്കെടുക്കുക. കുറഞ്ഞ സമയമേ ഉള്ളൂ. ആ സമയത്ത് നമ്മൾക്ക് മാക്സിമം നന്മകൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രാർത്ഥന നിർവഹിക്കുന്നു. ഇലാ ഹളറത്ത് റൂഹി നബിയ്യിൽ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم صل وسلم وبارك ما قرأناه من القرآن العظيم. هذه هدية ما صلى ورحمة نازلة وبركة شاملة على القبول منا إلى نبينا وشفينا محمد صلى الله عليه وسلم. اللهم آتنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته. أولدنا وهو المعروض واحشرنا وأنت أحفظ بلوائه المعقود. سمينا أرواح آبائه وإخوانه من الأنبياء والمرسلين. سمينا أرواح سائر الأنبياء والأولياء والشهداء والصديقين والصالحين. آمين ولمن أوصانا بالدعاء ولمن ماتوا منا لأزواجنا وذرياتنا ولمن ذهب علينا ولمن أعلنا ولمن أهبنا ولجميع أمة محمد صلى الله عليه وسلم ولجميع المسلمين والمسلمات. اللهم أحينا بالكتاب والسنة وأمتنا مع الإيمان والتوبة في ليلة الجمعة وفي نهارها يا رب العالمين. اللهم يسر ولا تعسر وزدنا علما وحلما وفهما وعقلا وأدبا كاملا. رب تمم بالخير والسعادة. اللهم صل إلى أرواح من ماتوا منا عاما. اللهم اجعل قبورنا وقبورهم روضة من رياض الجنة. لا تجعل قبورنا وقبورهم حفرة من نفر النيران. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واعف عنا واعف عنهم. اللهم ادخلنا وادخلهم الجنة وعيدنا وارحم عذاب القبر بفتنته من عذاب النار. ബഹുമാനപ്പെട്ട സദസ്സ്, മദ്രസയുടെ ബാബാജി അസീസ് സാഹിബ്, നമ്മുടെ ഭാരവാഹികള്, രക്ഷിതാക്കള്, വിദ്യാർത്ഥികൾ, വളരെ പ്രധാനപ്പെട്ട ഒരു ദിനം ആചരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഘം ഒരു സാലിഹായ അമലായി നമുക്ക് സ്വീകരിക്കട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മോട് ബന്ധപ്പെട്ടവരെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സെൻട്രൽ കൗൺസിൽ വർഷത്തിലൊരിക്കൽ ആചരിക്കുന്ന മുഅല്ലിം ദിനം. ഇന്ന് മുഅല്ലിം ദിനമാണ്. അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുന്ന, സമൂഹത്തിന് നേർവഴി കാണിച്ചു നൽകുന്ന ഉസ്താദുമാർ, അധ്യാപകർ, അവരെ ആദരിക്കുന്ന ഈ ദിനം വളരെയേറെ
മഹത്വമേറിയ ഒന്നാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമം ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅല്ലിം എന്നത് കേവലം ഒരു അധ്യാപകൻ മാത്രമല്ല, അത് ഒരു വിളക്കാണ്, ഒരു വഴികാട്ടിയാണ്. ഓരോ കുട്ടികളുടെയും ഹൃദയത്തിൽ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും സ്നേഹം പകർന്ന് അവരെ നല്ല വ്യക്തികളാക്കി മാറ്റുന്നത് മുഅല്ലിമുകളാണ്. നമ്മളെല്ലാവരും ഖുർആൻ ഓതാൻ പഠിച്ചതും ഹദീസുകൾ പഠിച്ചതും ഇസ്ലാമിക ചരിത്രങ്ങൾ അറിഞ്ഞതും നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കിയതും ഉസ്താദുമാരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലാഖ വിജയത്തിന്റെ കാരണക്കാരായ ഉസ്താദുമാരോട് നാം എന്നും കടപ്പെട്ടവരാണ്. നമ്മുടെ ഓർമ്മകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും എപ്പോഴും നമ്മുടെ ഉസ്താദുമാരുണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ബർസഖിയ ജീവിതം അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കും. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മഹല്ല് ഖാദി വീരാകുട്ടി ബാക്കവി ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർകളെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദി ഉദ്ഘാടനം നിർവഹിക്കുന്നത് മദ്രസ പ്രസിഡന്റ് ബാബ സാഹിബ് ബാബ ഹാജി അവർകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ഈ സ്ഥാപനത്തിലെ കരുത്തരായ ഉസ്താദ് നിസാർ ഹൈദർ ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർകളെ ഞാൻ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കുന്നത് വൈസ് പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജാൻ തങ്ങൾ, സെക്രട്ടറി CM ഹസീസ് സാഹിബ്, അസിസ്റ്റന്റ് സദർമാന്റെ ഷാഖ് ഫൈസി ഉസ്താദ് എന്നിവരാണ്. അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, സഹപ്രവർത്തകരായ ഉസ്താദുമാർ, മറ്റു വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ ഔപചാരിക പരിപാടി നിർവഹിക്കാനായി നമ്മുടെ മദ്രസ പ്രസിഡന്റ് ബാബ ഹാജി അവരെ ക്ഷണിച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സദസ്സുസ്താദ്, ഉസ്താദുമാരെ, കമ്മിറ്റി ഭാരവാഹികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികൾ, ഏറ്റവും മഹത്തായ ഒരു വേദിയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലുമൊക്കെ അള്ളാഹുവിൽ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അള്ളാഹു സ്വീകരിച്ച് അറിയിക്കുന്ന പ്രതിഫലം അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വർഷാവർഷം നമ്മൾ കേൾക്കുന്നതും നമ്മൾ കൂടി ആഘോഷിക്കുന്നതുമായ മുഅല്ലിമിന്റെ നമ്മൾ കേൾക്കാറുണ്ട്, മുഅല്ലിമിനെ നമ്മൾ പങ്കെടുക്കാറുണ്ട്. എന്താണ് ഇതിനൊക്കെ പ്രാധാന്യം? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ദിവസം വെച്ചിട്ടുള്ളത് എന്നൊക്കെ നാം മനസ്സിലാക്കി ഇതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി നല്ല ഒരു ജീവിതം ജീവിച്ച് ആഖിറത്തിലേക്കുള്ള വിജയം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ മഹാന്മാരിൽ നിന്ന് മുൻകൈ പോയിട്ടുള്ള മഹാന്മാരുടെ ജീവിതമെല്ലാം സ്മരിച്ച് അവരുടെ ജീവിതത്തിൽ വന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി അത് നമ്മളുടെ ജീവിതത്തിൽ പകർത്തി നമ്മൾ വിജയികളാവുക എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ ലക്ഷ്യം.
നമ്മൾ ഈ തരത്തിൽ മദ്രസകളും അതുപോലെ തന്നെ മതപരമായിട്ടുള്ള പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒരുക്കി തന്ന മുൻഗാമികൾ അവരുടെ അധ്വാനത്തിന്റെ ഫലമായി നമ്മുടെ കേരളത്തിൽ നമുക്ക് മുസ്ലിമായി, ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് മുസ്ലിം പരിപൂർണ കാമിലെ മുസ്ലിമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുണ്ടാക്കി തന്നത് വലിയൊരു സൗഭാഗ്യമാണ്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം തന്നെ വരുന്നത് മദ്രസയാണ്. മദ്രസയിൽ നാം പഠിക്കുന്ന ആദ്യ പാഠം തന്നെ അദബ്. അദബ് നമ്മുടെ ആദ്യ പഠനത്തിൽ 1-ാം ക്ലാസ്സോട് കൂടി അവസാനിക്കുന്നില്ല. ആ അദബിൽ നിന്നാണ് മറ്റുള്ള വിജയങ്ങളൊക്കെ നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അപ്പൊ ജീവിതത്തിൽ മുഴുവൻ അദബ് എന്നുള്ളത് നമുക്ക് അനിവാര്യമായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ഒരു ഉണർവില്ലാതെ ഒരു 5-ാം ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൂടി പോയവരെ 7-ാം ക്ലാസ് ആയി കഴിഞ്ഞാൽ പിന്നെ മദ്രസ മതി, ദീനി പഠനം മതി എന്നുള്ള തരത്തിലേക്ക് നാം എത്തിയിട്ടുള്ള കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണരേണ്ടതുണ്ട്. നമുക്ക് ഈ ദീനിയായ പഠനം, മദ്രസയുടെ പഠനം, ദീനിയുടെ ജീവിതം അത് ഈ ദുനിയാവിലേക്ക് മാത്രമല്ല, അതിന്റെ പരിപൂർണ ലക്ഷ്യം നാളെ ആഖിറത്തിലേക്കുള്ള വിജയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മദ്രസയിൽ നമ്മൾ ജീവിക്കേണ്ട രീതികളൊക്കെ മദ്രസയിൽ നിന്നാണ് നമുക്ക് പഠിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ നിങ്ങളോട് പറയാനുള്ളത്, ഇടയിൽ വെച്ച് ക്ലാസ് നിർത്തുക, അല്ലെങ്കിൽ മദ്രസ മതി, അല്ലെങ്കിൽ സ്കൂൾ പോകാൻ എന്റെ മദ്രസയിൽ തടസ്സമാകുന്നുണ്ട് എന്നുള്ള ചിന്തയിലൊക്കെ വന്നിട്ട് മദ്രസ നിർത്തി പോകുന്ന ഒരു സ്വഭാവരീതിയില്ലാതെ ഈ വർഷം തുടക്കത്തിൽ തന്നെ നമ്മുടെ അൽഹംദുലില്ലാ എല്ലാ ക്ലാസ്സുകളിലും വേണ്ട മാതിരിയുള്ള വിദ്യാർത്ഥികളുടെ ഹാജർ നല്ല നിലക്കുണ്ട് എന്ന് കേട്ടതിൽ വളരെ സന്തോഷിക്കുന്നു. അല്ലാഹുവിന്റെ എല്ലാ വിജയത്തിലാക്കി പെരുമാറാകട്ടെ. നമ്മുടെ പഠനവും നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ അല്ലാഹു വിജയത്തിലാക്കി തന്ന് ഉയരങ്ങളിൽ വരെയും എത്തിച്ച് നമ്മുടെ അവസാനം നമ്മൾ ആഗ്രഹിക്കുന്ന ദുനിയാവിലെ പരിപൂർണ്ണ കാമിലായ ജീവിതവും, കാമിലായ മുമ്പിനായി മുസ്ലിമായി ജീവിക്കാനുള്ള ജീവിതവും, അതുപോലെ തന്നെ അവസാന മരണം തയ്യാറായ സമയത്ത് നല്ല ഈമാനോടുള്ള മരണവും അല്ലാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം നമുക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ നടക്കപ്പെട്ട സ്വർഗ്ഗഭൂമാവിൽ ലഭിച്ചുകൊള്ളാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. അതിന്റെ കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള പ്രസംഗങ്ങൾ ഇവിടെ വരാനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സമയം ഞാൻ അവഗണിക്കുന്നില്ല. പറയാനുള്ളത് മാത്രമാണ്, നമ്മൾ ഇത്രയും ദിവസങ്ങളൊക്കെ മാലിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ദിവസങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കണം. എന്താണ് ഈ മാലിന്റെ എന്നുള്ളതിന് മനസ്സിലാക്കി ജീവിതത്തിൽ നമുക്കതെല്ലാം പകർത്തി ഇനിയും മുന്നോട്ട് നീങ്ങാൻ ചെയ്യുമാറാകട്ടെ. ഇതിന്റെ ആദ്യ ഭാഗമായി നമ്മൾ ഖബർ സിയാറത്ത് കഴിഞ്ഞു. നമ്മള് നമ്മളിൽ പിരിഞ്ഞുപോയ മഹാന്മാർക്കും നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ നമ്മുടെ മദ്രസ ഈ തരത്തിൽ വരാൻ വേണ്ടി മുൻപ്രവർത്തിച്ച ആളുകൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു. തുടക്കം കുറിച്ച് ഈ തുടക്കം അത് 2ാമത്തെ സെക്ഷനായിരിക്കുന്ന കാര്യത്തിലാണ് നമ്മളിപ്പോ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് നമ്മൾക്ക് മജ്‌ലിസുന്നൂറുണ്ട്. അതെല്ലാവരും അതോടുകൂടി പങ്കെടുത്ത് മജ്‌ലിസുന്നൂർ നമുക്ക് ഈ വർഷം പുതുതായിട്ട് നമുക്ക് നേതാക്കന്മാർ നമുക്ക് എനിക്ക് തന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഉള്ള പ്രയോജനം മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ പകർത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംരംഭം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്താൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തത് അധ്യക്ഷഭാഷണമാണ്. ഇൻഷാ അല്ലാഹ് സുദീർഘമായി ഒന്നും പറയുന്നില്ല, വിശദമായി നമ്മൾ സുദൃഷ്ടാതെ നിങ്ങൾ സംസാരിക്കും. ഈ ദിവസത്തിന്റെ മഹാത്മ്യം കണക്കെടുത്ത് 1-2 കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കുകയാണ്. ഒന്നാമതായി, ഇങ്ങനെ ഒരു ദിവസം വെക്കുമ്പോൾ കുട്ടികൾക്ക് എത്ര അച്ചടക്കമുണ്ട് എന്ന് കമ്മിറ്റിക്കാർക്ക് ബോധ്യപ്പെടുന്ന ഇതിലുണ്ട്. കുറച്ചേറെ ഇരുന്നപ്പോൾ തന്നെ വളരെ സൗണ്ട് ഉണ്ടാക്കി അച്ചടക്കം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ പ്രസിഡന്റായിരിക്കില്ല, ഇവരിങ്ങനെ കാണിച്ചു നോക്കിയില്ല. നമ്മളെ എന്താ ഇങ്ങനെ മോശം സംസാരിക്കില്ല. ഇൻഷാ അല്ലാഹ്
ഉസ്താദുമാർക്കൊരു ദിനം, എല്ലാവർക്കും ഒരു ദിനമുണ്ട്. അപ്പൊ ഉസ്താദുമാർക്കൊരു ദിനം സമസ്ത ഉണ്ടാക്കി എന്താണ്? നമുക്കറിയാം, നിങ്ങളെ പോലെ ഒരു കാലത്ത് മദ്രസയിലും സ്കൂളിലും പോയി പഠിച്ചോരാ നമ്മളെല്ലാവരും ഉസ്താദുമാരൊക്കെ. ഈ കാണുന്ന മുഴുവൻ ഉസ്താദുമാരും അങ്ങനെ തന്നെ. പിന്നെ എങ്ങനെ ഞങ്ങൾ ഉസ്താദുമാരായി നിങ്ങൾക്ക് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ദിവസം വെച്ചത്. പിന്നെ സ്കൂള് 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉന്നതമായ പഠനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ദീനി വഴികൾ തിരഞ്ഞെടുത്ത് അതിലൂടെ പോയി നമുക്ക് പൂർവികർ നമ്മൾ കയ്യിലേൽപ്പിച്ച ഈ ദീന് വരും തലമുറക്ക് കൈമാറണമെങ്കിൽ ഒരു സമൂഹം ഇവിടെ ഇത് പഠിച്ച് അതിന് വേണ്ടി അധ്വാനിക്കണം, എങ്കിലേ ഉണ്ടാവുള്ളൂ. നമ്മളിൽ പലരും നമ്മുടെ മാതാപിതാക്കൾക്ക് പല വിദ്യാർത്ഥികളോട് പറയാറുണ്ട്, ഇനി കോളേജിൽ പോയി ചേർന്നു, അല്ലെങ്കിൽ ഇന്ന ദർസിൽ പോയി പഠിച്ചോ. അത് പറയുമ്പോ നിങ്ങൾ പറയല്, അല്ലെങ്കിൽ നിങ്ങളെ ഉമ്മ പറയുമ്പോ ബാപ്പ എന്താ പറയാലോ, എന്താണ് ദർസിൽ പഠിച്ചിട്ട് ഒരു 8-10 കൊല്ലം ഓതി പഠിച്ചങ്ങളോട് കോളേജിൽ പോയി വന്നാല് ശമ്പളം കിട്ടില്ല 5000 രൂപ. എത്ര കൊണ്ട് കാട്ടുക? ഒരു മാക്സി കൊടുക്കണം 350 രൂപ. അപ്പൊ നിങ്ങൾ പോണ്ട. അപ്പൊ ഈ ദീനോ നിൽക്കല്ലേ? അപ്പൊ അതാണ് ഒരു വിഭാഗം ആളുകള് പിന്നെ ഈ രംഗത്ത് ഒഴിഞ്ഞു മാറുന്നത്. അത് നമുക്ക് എല്ലാ രംഗത്തും അങ്ങനെ പറയാം. എന്താണെന്ന് പറ്റാന്ന് ചെറുശ്ശേരി പള്ളികൾ വന്ന് ദർസിൽ ഒരു ഉദ്ഘാടനം പ്രസംഗിച്ച മുമ്പിൽ പറഞ്ഞ് കൊണ്ടോട്ടി പരിസരം മുമ്പിൽ വീടിന്റെ പരിസരത്തുള്ള ഒരു കുട്ടി ഗൾഫിക്ക് പോയാൽ ഓത്തൊക്കെ നിർത്തി പോയതാ. ഓത്തൊക്കെ നിർത്തി കുറച്ചു കാലം പുസ്തകമായി ജോലി ചെയ്ത് ഇത് നമുക്ക് കിട്ടില്ലാതെ പോയത് ഗൾഫിക്ക് പോയതാണ്. ഗൾഫിക്ക് പോയി പിറ്റേന്ന് രാവിലെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി, സുബേഷ് കഴിച്ച് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നാടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ റോട്ടിലൂടെ ഇങ്ങനെ പോയപ്പോ ഏതോ ഒരു കറുപ്പം വന്നാണ്ട് അറബിന്റെ വാതിലൊക്കെ മുട്ടിയൊക്കെ വണ്ടി വെച്ചിട്ടായി. അറബി വന്ന് വായ നോക്കുമ്പോ ഈ ചങ്ങായി റോട്ടുകൂടെ പോണം കണ്ട് ഓനെ കുറിച്ച് ജയിലിട്ട് ഓർക്ക് പത്ത് കിട്ടിയ. അതിപ്പോ എല്ലാ രംഗത്തും അങ്ങനെ. അപ്പൊ അങ്ങനെ ആരും കണക്കൂട്ടി ഈ രംഗത്ത് മാറിക്കരുത്. ഇന്ന് നമുക്ക് പഠിക്കാൻ ഇഷ്ടംപോലെ വഴികളുണ്ട്. സാമ്പത്തികം അത് അള്ളാഹു അവന്റെ ഖജനാവ് വിശാലമായതുകൊണ്ട് തന്നെ ആ വിഷയത്തിലൊന്നും ഇന്ന ജോലി ചെയ്താൽ ശമ്പളം കിട്ടും, ഇന്ന ഭാഗത്തേക്ക് പോയാൽ ശമ്പളം കിട്ടില്ല അതൊന്നും ആരും വിചാരിക്കണ്ട. അതുകൊണ്ട് എന്റെ വിദ്യാർത്ഥികൾ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാം? SSLC ഒക്കെ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞാൽ ദാറുൽ ഹുദ പോലത്തെ സ്ഥാപനങ്ങൾ, അതല്ലെങ്കിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ സെലക്ഷൻ പരീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പോയി ചേർത്ത് നിർത്താൻ മതി. ഫീസ് വരെ വാങ്ങാത്ത സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ ആ വഴിക്കൊക്കെ ചിന്തിച്ച് എല്ലാവരും നല്ല വഴിക്ക് പഠിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മളൊക്കെ നല്ല മക്കളാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. പ്രഭാഷണത്തിന് വേണ്ടി നമ്മുടെ സദുസ്താനെ ക്ഷണിച്ചു. الحمد لله كفى والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم. وقال سيدنا ونبينا محمد صلى الله عليه وسلم: اللهم إني أسألك علما نافعا وعملا متقبلا ورزقا حلالا طيبا وعمرا واسعا في طاعتك ومرضاتك طويلا، أو كما قال رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട മദ്രസ പ്രസിഡന്റ്, നമ്മുടെ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ബാബ ഹാജി, ബഹുമാനപ്പെട്ട മദ്രസ വൈസ് പ്രസിഡന്റ് സയ്യിദ് അവറുകൾ, മറ്റു മാനേജ്മെന്റ് ഭാരവാഹികൾ,
ഈ സംഗമത്തിന്റെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ സീനിയർ ഉസ്താദ് മഹല്ല ഖാദി കൂടിയായ വീരാൻകുട്ടി ബാക്കവി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടലും പിരിയലും എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ഈ ഇരിക്കുന്ന സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അതിന്റെ സവാബ് കാരണത്താൽ നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടാൻ കാരണക്കാരായ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, അല്ലാഹു തആല അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മൺമറഞ്ഞു പോയവർക്ക്, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങൾ, വല്യുപ്പ, വല്യമ്മ തുടങ്ങിയ കുടുംബാംഗങ്ങൾക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മെയും ഒക്കെ അല്ലാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിലുള്ള പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും ഇതാണ്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളും, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അതിനുവേണ്ടിയാണ് ജമഈയത്തുൽ മുഅല്ലിമീൻ ഇങ്ങനെ ഒരു ദിനം നമ്മളിലേക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഈ സദസ്സിൽ നടക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മജ്‌ലിസിന്റെ ഒരു സദസ്സാണ്. എന്തുകൊണ്ടാണ് സമസ്ത ഈ ഒരു സദസ്സിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മജ്‌ലിസിലേക്ക് അത്തരത്തിലുള്ള ആത്മീയമായ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഒരു ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും ചിട്ടപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് എത്രത്തോളം നമുക്ക് മഹാന്മാരുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മദ്രസ സംവിധാനത്തിലൂടെ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഏത് നിമിഷവും അവസാനിച്ച് പോയേക്കാം. എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതിന്റെ വ്യക്തമായ തെളിവുകളാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ച മുന്നേ നമ്മുടെ തൊട്ടടുത്ത് തലപ്പാറക്കടുത്ത് ഒരു ചെറുപ്പക്കാരൻ, 22-23 വയസ്സുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു കുട്ടി എന്ന് പറയാം. അതിന്റെ മരണ കാരണം നമ്മളൊന്ന് ആലോചിച്ചു നോക്കാം. പലരും പല കാരണത്താൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവരുണ്ട്, ആക്സിഡന്റ് ആയി മരിക്കുന്നവരുണ്ട്, പല കാരണം. പക്ഷെ അല്ലാഹു തആല ആ കുട്ടിയുടെ മരണത്തിന് കാരണമാക്കിയ ആ ഒരു രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. റോഡിൽ നിന്ന് ആക്സിഡന്റ് ആയിട്ട് പിന്നെ വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിലേക്ക് വീണ് ഒരു ദിവസത്തിലേറെ വെള്ളത്തിൽ നമ്മൾ അന്വേഷിച്ചു കണ്ടെത്താനാകാതെ 24 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടിയെ കിട്ടുന്നത്. ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരാളുടെ മരണത്തിന് അല്ലാഹു തിരഞ്ഞെടുക്കുന്ന ഓരോരോ കാരണങ്ങൾ. അതോടൊപ്പം തന്നെ 2-3 ദിവസം മുന്നേ നമ്മുടെ തൊട്ടടുത്ത പാലത്തിങ്കൽ ന്യൂക്കട്ടിൽ നമ്മളൊക്കെ കാണാൻ പോകുന്നവരാണ്, കുളിക്കാൻ പോകുന്നവരാണ്. നല്ല രസകരമായ സ്ഥലമാണ്. അവിടേക്ക് 3-4 കുട്ടികൾ വന്നു. നമ്മളെ പ്രായമുള്ള 16-17 വയസ്സുള്ള ഒരു കുട്ടി എന്തായി, വെള്ളത്തിൽ കുളിക്കുന്നതിനിടെ കാണാതെ. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊക്കെ കളിക്കുന്നു, ചിരിക്കുന്നു, രസങ്ങൾ കാണുന്നു, ഇതൊക്കെ നമുക്ക് വേണം. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു സദസ്സുകളൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിയുന്ന രീതിയിൽ നമ്മൾ മഹാന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിസ്കാരവും മറ്റുമൊക്കെ കൃത്യമായി നിലനിർത്തി നമ്മുടെ ജീവിതം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. നാളെ മുതൽ തന്നെ നിങ്ങൾ ദസ്വിമാല കയ്യിൽ പിടിച്ച് തലയെക്കെട്ട് കെട്ടി മദ്രസയിലേക്ക് വരണമെന്നല്ല പറയുന്നു. നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള കളികൾ നമുക്കുണ്ടാവും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അദബ് പോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ട മുഖ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. പഴയ കാലത്തൊക്കെ നമ്മുടെ ഉപ്പമാര് ഉമ്മമാരെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആദരിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ഉസ്താദുമാരെ കാണുമ്പോൾ ബഹുമാനിച്ചിരുന്നു. ഇന്ന് ക്ലാസ്സിലേക്ക് ഉസ്താദുമാർ കയറുമ്പോൾ തന്നെ എഴുന്നേൽക്കാൻ പോലും മടിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഉസ്താദുമാരെന്നല്ല, അധ്യാപകർ ആരായാലും
ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ അതൊരു ചടങ്ങായിട്ട് മാറ്റുക എന്നുള്ളതാണ്. അതിനപ്പുറം അധ്യാപകനെ അല്ലെങ്കിൽ ഉസ്താദിനെ ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്തണം. ഒരു ഉസ്താദ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറുമ്പോൾ, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും ഒരുപോലെ എഴുന്നേറ്റ് നിന്ന് ആ ഒരു സ്ലാങ്ങിൽ ഒരുപോലെ ഉച്ചത്തില് സാറിന് അല്ലെങ്കിൽ അധ്യാപകർക്ക് അല്ലെങ്കിൽ ഉസ്താദിന് തിരിച്ചങ്ങോട്ട് തഹിയ്യത്ത് കൊടുക്കുന്നത് ഒരു സ്ഥാപനത്തിന്റെ ഒരു പോളിസി എന്നതിനപ്പുറം അത് നമ്മുടെ അദബായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിൽ പ്രതിഫലമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും നമുക്ക് കൂലി കിട്ടും എന്നുള്ള വിശ്വാസത്തോടു കൂടെയാവണം നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, മദ്രസയിലേക്ക് നമ്മൾ ദിവസവും രാവിലെ 6:30 മുതൽ വന്ന് 7:30, 7:45 വരെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് പ്രതിഫലമാക്കാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ട്? നമ്മൾ പഠിക്കുന്നത് പരിശുദ്ധമായ ഇൽമാണ്. നമ്മൾ ഇരിക്കുന്നത് മഹാന്മാര്, സ്വാർത്ഥരായ ആളുകൾ വളരെ കൃത്യമായ അവരുടെ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് ഈ കാണുന്ന കെട്ടിടങ്ങളും മറ്റുമൊക്കെ നമ്മുടെ മതപഠനത്തിന് വേണ്ടി ചെലവഴിച്ചത്. എന്തിനു വേണ്ടിയാ? നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ദീനീ പഠനത്തിലൂടെ നമ്മുടെ ലക്ഷ്യം കാണുക, അല്ലെങ്കിൽ നമുക്ക് പാരത്രികമായ വിജയം കാണുക എന്നുള്ളത്. അതല്ലാതെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ മദ്രസ സംവിധാനം കൊണ്ട് ഭൗതികമായി നമുക്കൊന്നും നേടാനില്ല. എവിടെയെങ്കിലും ജോലി കിട്ടാൻ മദ്രസ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമില്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രമേൽ പഠിച്ച് 12 വരെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി? പാരത്രിക വിജയം മാത്രമാണ്, പരലോക വിജയം മാത്രമാണ്. അല്ലാഹു തആല നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടോ? എല്ലാ വർഷത്തിലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മുഅല്ലിം ഡേ പരിപാടി ആചരിക്കുന്നതിലൂടെ ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉസ്താദുമാർക്ക്, മാതാപിതാക്കൾക്ക്, നമ്മുടെ നാട്ടിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കുള്ള പ്രാർത്ഥനയാണ് ഇതുകൊണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ മദ്രസയിലെ വ്യത്യസ്ത സ്ഥാപനങ്ങളിലെ, അഥവാ ഏകദേശം ഇപ്പോൾ സമസ്തക്ക് 11,000-ലേറെ മദ്രസകളുണ്ട്. 11,000 കഴിഞ്ഞു. 11,000-ലേറെ മദ്രസകളില് ഏകദേശം 12 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഇന്ന് മതപഠനം നടത്തുന്നു.